ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണ്. ഒരു ജീവനുമായി മരണപ്പാച്ചിൽ പാഞ്ഞു പോകുന്ന ആംബുലൻസിന് വട്ടമിട്ടിട്ട് ബൈക്കിൽ വന്നൊരു സംഘം ചേർന്ന് അവനെ ആ ഡ്രൈവറെ ആക്രമിക്കുമ്പോൾ നീയെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീയെല്ലാം ഏതെങ്കിലും പെരുവഴിയിൽ കിടക്കുന്ന സമയത്ത് ഇതുപോലത്തെ ആൾക്കാരായിരിക്കും നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും നിന്റെ ജീവൻ രക്ഷിക്കാനും ഓടിയെത്തുക. അത് നീയൊന്നും മറക്കരുത് കേട്ടോ. ഇവനൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സംവിധാനം തന്നെയാണ് ഇത്രയും ഇവനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ എന്ത് തെറ്റ് ചെയ്താലും നാളെ പോയി ജാമ്യത്തിൽ ഇറങ്ങി വരാം. ഇവനെയൊക്കെ ഇത്രയേ ശിക്ഷിക്കുള്ളൂ എന്ന് ഇവർക്കറിയാം. എന്ത് മദ്യത്തിന്റെയോ അല്ലെങ്കിൽ സ്വയബോധത്തോടു കൂടിയാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ആരോട് ചെയ്യാൻ പാടില്ല. ആ ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലുള്ളതാണ് എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. ഇത്ര ക്രൂരമായിട്ടൊരു ഡ്രൈവറെ ആക്രമിക്കണമെങ്കിൽ നീ എല്ലാം വെറും ക്രിമിനൽ മൈൻഡുള്ളവനാട്ടോ. കാരണം ആ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്നു. അവര് ടൂർ പോകുന്നൊന്നല്ലായിരുന്നു. അതാദ്യം നീയൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഒരു വണ്ടിക്ക് വട്ടമിട്ട്, ഒരു ആംബുലൻസിന് വട്ടമിട്ട് നീയെല്ലാം ആക്രമിച്ച നീയെല്ലാം അനുഭവിക്കും. ദൈവത്തോട് നീ ഇതിനെല്ലാം മറുപടി പറയേണ്ട ഒരു ദിവസം വരും, എന്തെങ്കിലും ഒരു ദിവസം. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ശ്വാസത്തിന്റെ മേലെ നിൽക്കുന്ന സാധനമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും അതില്ലാണ്ടാവാം. നിന്റെ എല്ലാം തന്റെ ഇടം ചിലപ്പോ അന്നില്ലാണ്ടാവും കേട്ടോ. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇവനെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ. എന്തായാലും നീയൊന്നും അനുഭവിക്കാതെ എവിടെയും പോവില്ലടാ.